നമസ്കാരം. വെടിനിർത്തലിന് ധാരണയായി മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ തൊടുത്തുവിട്ടു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ ചെറുത്തു. ശ്രീനഗറിലും ജമ്മുവിലും പലയിടത്തു നിന്നും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ പൊടുന്നനെ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. ശ്രീനഗറിലും അനന്ത്നാഗിലും ഡ്രോണുകൾ എത്തി. ഉധംപൂരിലും ഡ്രോൺ ആക്രമണമുണ്ടായി. രാജസ്ഥാനിലെ ബാർമറിലും പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചതായും ഇതിനെതിരെ ശക്തമായ തിരിച്ചടി BSF നൽകിയതായും റിപ്പോർട്ടുകൾ വരുന്നു. അന്താരാഷ്ട്ര അതിർത്തിയിൽ ഉടനീളം അഖ്നൂർ, രജൌരി, ആർഎസ്പുര മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം കനത്ത ഷെല്ലാക്രമണം നടത്തി. ജമ്മുവിലെ പാലൻവാലയിലും വെടിനിർത്തൽ ലംഘനമുണ്ടായി. ബരാമുള്ളയിൽ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു. സംശയകരമായ ആളില്ലാത്ത വ്യോമവാഹനങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ബരാമുള്ളയിലും ശ്രീനഗറിലും ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. ജമ്മുവിലെ സാംബ ജില്ലയിൽ എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങി. രജൌരിയിലും ഡ്രോൺ ആക്രമണമുണ്ടായി. വെടിനിർത്തൽ ധാരണയായതായി ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി അറിയിക്കുകയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ശരിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു. പാകിസ്ഥാൻ വിശ്വാസവഞ്ചന കാട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിലും അടിക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ തീരുമാനമുണ്ടായി. മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ ധാരണ ലംഘിച്ചതായി സ്ഥിരീകരിച്ച വിദേശകാര്യ സെക്രട്ടറി രംഗത്ത് വന്നു. ശക്തമായി അപലപിച്ച് പ്രസ്താവന വന്നു. പാകിസ്ഥാൻ പ്രശ്നത്തെ ഗൗരവത്തോടെ വിലയിരുത്തി ഉത്തരവാദിത്തോടെ പെരുമാറണമെന്നും വിക്രം മിസ്രി ആവശ്യപ്പെട്ടു. ഏതായാലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് സീസ് ഫയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന ആദ്യം വരുന്നത്. പിന്നീട് ഇന്ത്യ സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാന്റെ ട്വീറ്റിലടക്കം ഉണ്ടാകുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അതിർത്തികൾ ശാന്തമാണ്. ബ്ലാക്ക് ഔട്ടുകൾ പിൻവലിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും അതീവ ജാഗ്രതയിലാണ് ഇന്ത്യൻ സേന. എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം. അമൃത്സറിലടക്കം ബ്ലാക്ക് ഔട്ട് അവസാനിച്ചെങ്കിലും അവിടെ റെഡ് അലേർട്ട് ഉണ്ട്. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. റെഡ് അലേർട്ട് മുന്നറിയിപ്പുമായി അല്പം മുമ്പ് സൈറനുകൾ മുഴങ്ങി. ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചതെന്നും ജനങ്ങൾ വീടുകളിൽ ജനലുകൾ നിൽക്കരുതെന്നും കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. TG സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, ഒരു വൈകിട്ട് 5:45 മണിയോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ് വരികയും തുടർന്ന് അദ്ദേഹം എക്സിലൂടെ അറിയിക്കുകയും മറ്റും ചെയ്തത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തന്റെ മധ്യസ്ഥതയിൽ, അമേരിക്കയുടെ മധ്യസ്ഥതയിൽ 48 മണിക്കൂറോളം നടന്ന ചർച്ചയ്ക്കൊടുവിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയെന്ന് തുടർന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി സ്ഥിരീകരിക്കുന്നു. പക്ഷേ അതിനുശേഷം രാത്രിയോടെ പാക് പ്രകോപനമുണ്ടാവുകയാണ്. എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രി? ഇന്നലെ രാത്രിയിൽ യഥാർത്ഥത്തിൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ ലംഘനമാണ് നടന്നത്. അതായത് സീസ് ഫയർ, വെടിനിർത്തൽ കരാർ ഉണ്ടായത് ഒരു വലിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളുടെയും ധാരണ ഉണ്ടാവുന്നത്. അതിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികൾ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ ഒരു ആശയവിനിമയം നടത്തുകയും ഇതിൽ നിന്ന് ചർച്ചയിൽ യുദ്ധത്തിൽ നിന്നും സൈനിക നീക്കത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന വാദം പാകിസ്ഥാനാണ് ആദ്യം മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിലും ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു. ഇതിനൊടുവിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. പക്ഷേ ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം പാകിസ്ഥാൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്ന് മാത്രമല്ല, നിർണായകമായ പങ്ക് ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് വഹിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും പിന്നീട് ഇന്ത്യയിൽ നടന്ന രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിൽ ഈ സീസ് ഫയർ എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ഈ സീസ് ഫയർ എന്ന ധാരണയിലേക്ക് എത്തിക്കുമ്പോഴും ഇന്ത്യ തന്ത്രപരമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഇനി മുതൽ എല്ലാ തരത്തിലുള്ള വെടിവെപ്പുകളെയും അത് കരാർ ലംഘനമായി കാണുകയും അതൊരു തീവ്രവാദി ആക്രമണമായി കണ്ടുള്ള നീക്കമുണ്ടാവും. അതായത് മുൻകാലങ്ങളിൽ ഏതെങ്കിലും മേഖലകളിൽ തീവ്രവാദി അറ്റാക്കുകളോ മറ്റോ ഉണ്ടായാൽ ആ മേഖലയിൽ മാത്രം ചെറുക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം. പക്ഷേ ഇനി മുതൽ അങ്ങനെയായിരിക്കില്ല. അതൊരു സൈനിക നീക്കമായി തന്നെ മാറും എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. സീസ് ഫയർ പ്രഖ്യാപിക്കപ്പെടുന്നു. പക്ഷേ സംഭവിച്ചത് അതിർത്തിയിൽ സന്ധ്യയായതോടുകൂടി വ്യാപകമായ രീതിയിലുള്ള ഡ്രോൺ ആക്രമണമാണ് പിന്നീടുണ്ടായത്. ഇന്ത്യ ഇതിനെല്ലാം ചെറുത്തു തോൽപ്പിച്ചു. ആകാശത്ത് വെച്ച് തന്നെ ഡ്രോണുകളെല്ലാം വെടിവെച്ചിട്ടു. ഇതോടുകൂടി സീസ് ഫയർ വയലേഷൻ എന്ന രീതിയിലേക്ക് തന്നെ സാഹചര്യം വരുന്നു. ഇതോടുകൂടി രാജ്യം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം വീണ്ടും നൽകുന്നു, തിരിച്ചടിക്കുക എന്നത് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും
വീണ്ടും ധാരണ ഉണ്ടാവുന്നു. അതായത് സീസ് ഫയർ നടപ്പിലാവണം. അങ്ങനെ 10:30 വീണ്ടും സീസ് ഫയർ ഉണ്ടാകുക എന്നതാണ് ധാരണ. ഇതിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ സീസ് ഫയർ വയലേഷൻ ഉണ്ടായതിൻ്റെ കാര്യം എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രീയ തീരുമാനം സൈന്യം അംഗീകരിക്കപ്പെടാതെ പോയതാവാം. എന്തായാലും അതിനൊടുവിൽ 10:30 വീണ്ടും സീസ് ഫയർ ഉണ്ടായി എന്ന പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യം രഞ്ജിത്ത് ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വരെയുള്ള ചിത്രം ഇങ്ങനെയാണ്. ശാന്തമായ സമാധാനപരമായ ഒരു സാഹചര്യം അതിർത്തി മേഖലകളിൽ നിന്നും പൊതുവിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. കാരണം രാത്രിക്ക് ശേഷം പിന്നീട് മറ്റ് ഷെല്ലാക്രമണമോ അല്ലെങ്കിൽ ഡ്രോൺ നീക്കങ്ങളോ ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അവിടെ ബ്ലാക്ക് ഔട്ട് ഉണ്ട്, ഒപ്പം തന്നെ ഹൈ അലേർട്ടാണ്. നേരത്തെ അമൃത്സർ കമ്മീഷണറുടെ മറ്റും പരാമർശിച്ചതുപോലെ അവിടെ ചില മേഖലകളിലെ ബ്ലാക്ക് ഔട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് വൈദ്യുതി പുനഃസ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ റെഡ് അലർട്ടിൽ തന്നെയാണെന്ന് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. പൂഞ്ച് രജൌരി അടക്കമുള്ള മേഖലകളിലൊന്നും മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. സിറ്റുവേഷൻ സീംസ് നോർമൽ ഇൻ പൂഞ്ച് എന്ന പുതിയ റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ സമാധാനപരമായി രാജ്യം വെടിനിർത്തലിലേക്ക് പോകുന്നു എന്ന സൂചനയിലേക്ക് തന്നെയാണ് പൊതുവിൽ അതിർത്തി മേഖലകളിൽ ഉണ്ടായത്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിന്നിരുന്ന സംഘർഷ സാഹചര്യങ്ങൾക്ക് അയവ് വരുന്നു എന്നതാണ് ഇന്ന് ഈ മണിക്കൂറുകളിലെ ചിത്രം. ഒരുപക്ഷെ സാഹചര്യത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് പകൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും ഒപ്പം തുടർ നീക്കങ്ങളുമാണ്. അതായത് ഈ പാകിസ്ഥാന്റെ ഇന്നലത്തെ ഉറപ്പ്, അതായത് പാകിസ്ഥാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു വെടിനിർത്തൽ കരാർ, അതിന് അമേരിക്ക മധ്യസ്ഥത വഹിക്കുന്നു, ഇന്ത്യ സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും. പക്ഷേ അതിനുശേഷം രാത്രിയിൽ വീണ്ടും ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ പല മേഖലകളിലേക്കും പഞ്ചാബിലേക്കും കശ്മീരിലേക്കും മറ്റും. അങ്ങനെ ആ തരത്തിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത പാകിസ്ഥാൻ അവരുടെ ഉറപ്പുകൾ ഇനി എങ്ങനെ വിശ്വസിക്കുമെന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഈ വിഷയത്തെ ഇന്നലെ നമ്മുടെ നേതാക്കൾ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ നേതാക്കളുമൊക്കെ ഇതിനെ ഈ വിഷയത്തെ പാകിസ്ഥാൻ അപലപിക്കണമെന്നും മറ്റും ആവശ്യപ്പെട്ടിരുന്നു, പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിനപ്പുറം ഈ സീസ്ഫെയർ അടക്കമുള്ള കാര്യങ്ങളിൽ അതിശക്തമായ ലംഘനത്തിൽ അതിശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം സ്വാഭാവികമായും ഉയരുമല്ലോ. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഈ സീസ് ഫയർ എങ്ങനെ പ്രഖ്യാപിച്ചപ്പെട്ടു, അതിൻ്റെ ധാരണ എന്താണ് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ ഇത്തരമൊരു സൈനിക നീക്കം പ്രഖ്യാപിക്കപ്പെട്ടത് തന്നെ ഒരു പ്രത്യേക ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം പെഹൽഗാം സംഭവവും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയമായ സാഹചര്യങ്ങളുമാണ് ഇന്ത്യക്ക് ഇത്തരമൊരു സൈനിക നീക്കം വേണ്ടി വന്നത്. അത് ആ ധാരണയിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ ഈ സീസ് ഫയർ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ എന്ത് ഉറപ്പുകൾ നൽകി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമുക്ക് പരാമർശിക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അവിടെ സീസ് ഫയർ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ അദ്ദേഹം ഇന്ത്യയെ കടന്നാക്രമിക്കുന്ന ചില പ്രകോപനപരമായ നീക്കങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നൽകി, ഇന്ത്യയാണ് പ്രകോപനമുണ്ടാക്കിയത്, രാജ്യം ഒറ്റക്കെട്ടായി തങ്ങൾക്കൊപ്പം അണിനിരുന്നു, ഒപ്പം തന്നെ ഇന്ത്യയുടെ തോക്കുകളെ നിഷ്പ്രഭമാക്കാൻ പാകിസ്ഥാൻ ആർമിക്ക് കഴിഞ്ഞു. ഇങ്ങനെ വലിയ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഞങ്ങൾ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുന്നു, ഒപ്പം സുതാര്യവും ഒപ്പം പക്ഷപാതിത്വമില്ലാത്തതുമായ ഒരു അന്വേഷണം ഉറപ്പ് നൽകുന്നു എന്നതാണ് അവർ നൽകിയ ഉറപ്പ്. ഈ പെഹൽഗാം സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണം, ഇടപെടൽ വേണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രസ്താവനയാണ് ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിന് തുടർച്ച എന്തുണ്ടാകും എന്നതാണ് ചോദ്യം. നമുക്കറിയാം പാകിസ്ഥാനുമായി കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ധാരണയുണ്ടായിട്ടും അതൊന്നും നടപ്പിലായിട്ടില്ല എന്നതാണ് നമുക്ക് മുന്നിലുണ്ടായ അനുഭവം. അങ്ങനെയുള്ള രാജ്യത്തെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ നിർണായകമായത് ഒരു പക്ഷേ ഈ മധ്യസ്ഥ ഇടപെടൽ കൂടിയാവാം. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയ രാജ്യങ്ങൾ ഇവരാണ്. അമേരിക്കയുണ്ട്, ഒപ്പം ചൈന, ഒപ്പം സൗദി അടക്കമുള്ള രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല പാകിസ്ഥാന് മേലെ അതൊരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദമായി കൂടി മാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇങ്ങോട്ടേക്കാണ് ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് പോകാനാകുമോ എന്ന ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ എന്നൊരു ധാരണ, ഒരു സാധ്യത പങ്കുവച്ചത്. ഇതേ തുടർന്നാണ് ഇത്തരമൊരു ധാരണ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ വളരെ കരുതലിലാണ് ഇക്കാര്യത്തിൽ. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ധാരണ ഇങ്ങനെയാണ്, ഇനി തൽക്കാലത്തേക്ക് മേഖലയിൽ സമാധാനം പുലരുന്നതിന് വേണ്ടി വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നു. പക്ഷേ ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ അതൊരു സൈനിക നീക്കമായി തന്നെ ഇന്ത്യ കാണും. അങ്ങനെ തന്നെ അതിന് തിരിച്ചടി നൽകും. ഇതാണ് രാജ്യം എടുത്തിരിക്കുന്ന പൊതുധാരണ. ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം, അല്ലെങ്കിൽ
രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയേക്കാം. നമുക്കറിയാം, പെഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യ നൽകാൻ പോകുന്ന സൈനിക നീക്കമോ എന്തോ സംഭവിച്ച കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു സൈനിക നീക്കം ഉണ്ടാകുമ്പോൾ രാജ്യം പുലർത്തേണ്ട അതിൻ്റെ തന്ത്രപരമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇതുവരെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രമുഖർ മാത്രം ഇക്കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. പ്രധാനമന്ത്രി അടക്കമുള്ളവർ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ രാജ്യമെടുത്ത നിലപാടുകൾ ഇനി മുന്നോട്ടെടുക്കാൻ പോകുന്ന നിലപാടടക്കം വ്യക്തമാക്കിയേക്കാം. തിരിച്ചു വരാം സായി, തുടരുക. ഇന്നലെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് മണിക്കൂറുകൾക്കുള്ളിൽ ധാരണ തെറ്റിച്ച പാകിസ്ഥാന് താക്കീതുമായി ഇന്ത്യ രംഗത്ത് വന്നു. പാക് പ്രകോപനത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്നും ഇനി ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ആക്രമണം ഉണ്ടായാൽ ചെറുക്കാൻ സൈന്യത്തിന് നിർദ്ദേശവും നൽകി. For the last few hours, there have been repeated violations of the understanding arrived at earlier this evening between the Directors General of Military Operations of India and Pakistan.